ഡിയർ സ്റ്റുഡന്റ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേക്കിംഗ് സെൻസ് ഓഫ് വിഷ്വൽസ്. കഴിഞ്ഞ തവണ നമ്മൾ എത്നോഗ്രഫി അല്ലെങ്കിൽ നരവംശാസ്ത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇത്തവണ നമ്മൾ പറയുന്നത് മേക്കിംഗ് സെൻസ് ഓഫ് വിഷ്വൽസ്, അതായത് വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രങ്ങള്. മേക്കിംഗ് സെൻസ് ഓഫ് വിഷ്വൽസ് ആർ ബോത്ത് കോമൺ ആൻഡ് അബണ്ടന്റ് ഇൻ മോഡേൺ സൊസൈറ്റി. അതായത് ആധുനിക സമൂഹത്തില് വിഷ്വൽസ് എന്ന് പറയുന്നത്, ദൃശ്യം എന്ന് പറയുന്നത് വളരെ സാധാരണമാണ്. And abundant in modern society. They are a component of both our cultures and daily existence. As a result of technological development, we are now more accustomed to fresh visual media like photos, movies, and video clips. Additionally, as social media platforms have expanded, we notice that these visual forms are becoming more and more integrated into our daily lives and social identities. What people choose to portray or highlight about them visually can reveal a lot about them. Visual representations of social lives might be made consciously or unconsciously. അതായത് വിഷ്വൽ ലൈഫ്, സോഷ്യൽ ലൈഫിനെ കുറിച്ചുള്ള വിഷ്വൽസ് കോൺഷ്യസ് ആയിട്ടോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടോ ആണ് രൂപപ്പെടുന്നതെന്നാണ് പറയുന്നത്. അതായത് ദൃശ്യമാധ്യമം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വളരെയധികം ഒഴിച്ചു നിർത്താനാവാത്ത ഒരു ഘടകമാണ്. ഇനി നമ്മൾ പറയുന്നത് ഡിസിപ്ലിനറി അപ്രോച്ച് ടു വിഷ്വൽസ്. Various social science disciplines have long used images, moving pictures or videos. അതായത് നമുക്കറിയാം വളരെയധികം ഒരുപാട് സാമൂഹ്യ ശാസ്ത്ര ശാഖകള് ഈ പറയുന്ന പിക്ചേഴ്സും അതേപോലെ തന്നെ വീഡിയോസും ഇമേജസ് ഒക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. The guidelines for use and levels of approval vary among fields. Different approaches to image and films have been taken by anthropology, sociology and cultural studies. അതായത് നരവംശ ശാസ്ത്രത്തിലാണെങ്കിലും സാമൂഹ്യ ശാസ്ത്രത്തിനാണെങ്കിലും അതേപോലെ തന്നെ സാംസ്കാരികപരമായ പഠനത്തിനാണെങ്കിലും ധാരാളം വിഷ്വൽ ഇമേജസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. However, the history of various Indian disciplines will highlight the value of images. Actually, the development of anthropology in India was significantly aided by photography. യഥാർത്ഥത്തില് ആന്ത്രോപോളജിയുടെ ഡെവലപ്മെന്റ് ഓഫ് ആന്ത്രോപോളജി ഇൻ ഇന്ത്യയിലെ ആന്ത്രോപോളജിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ്ലി എയ്ഡഡ് ബൈ ഫോട്ടോഗ്രഫിയുടെ സഹായത്തോടു കൂടിയാണ്. ഫോട്ടോഗ്രാഫ്സ് വെർ യൂസ്ഡ് ബൈ കൊളോണിയൽ ആന്ത്രോപോളജിസ്റ്റ് ടു റെക്കോർഡ് ഇന്ത്യൻ പീപ്പിൾ, കൾച്ചേഴ്സ് ആൻഡ് ബിഹേവിയർ. ഇനി ഫോട്ടോഗ്രാഫുകള് സാധാരണയായിട്ട് കൊളോണിയൽ ആന്ത്രോപോളജിസ്റ്റ്, കോളനി ഭരണ കാലത്തുള്ള എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് പീരീഡിലുള്ള നരവംശ ശാസ്ത്രജ്ഞന്മാരാണ് ഈ പറയുന്ന ഫോട്ടോഗ്രാഫ്സുകൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത് പ്രധാനമായും ഇന്ത്യൻ പീപ്പിളിന്റെ കൾച്ചറൽ ബിഹേവിയർ അല്ലെങ്കിൽ സാംസ്കാരിക ജീവിതത്തെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കൊളോണിയൽ ആന്ത്രോപോളജിസ്റ്റ് ഫോട്ടോഗ്രാഫി ഉപയോഗിച്ചിരിക്കുന്നത്. However, there has also been substantial discussion about the use of pictures in ethnographic research. The use of images, especially in ethnographic research, have frequently been questioned in terms of rigor, objectivity, and scientific procedure. However, anthropologists like Margaret Mead have used images in their research. Images can be found everywhere. They influence every aspect of our daily activities, talks and fantasies. അതായത് ഇമേജസ് നമ്മുടെ ദൈനംദിന ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇമേജസ് ക്യാൻ ബി ഫൗണ്ട് എവരിവെയർ. They influence every aspect of our daily activities, talks and fantasies. They are intricately entwined with our individual identities, stories, way of living, cultures and communities. അതായത് ഇമേജുകള് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ, അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഐഡന്റിറ്റി, അതേപോലെ തന്നെ നമ്മുടെ ജീവിത രീതികള്, പിന്നെ സാംസ്കാരികപരമായിട്ടുള്ള ബന്ധങ്ങള്, സാമുദായിക ബന്ധങ്ങൾ, ഇതിനെല്ലാം വളരെ ആഴത്തില് സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ ഇമേജസ് എന്ന് പറയുന്നത്. The visual text that ethnographers created together with the process of creating and discussing them become a part of their ethnographic expertise. അതായത് വിഷ്വൽ ടെക്സ്റ്റുകൾ, എത്നോഗ്രാഫേഴ്സ് ഉപയോഗിച്ചിരിക്കുന്ന വിഷ്വൽ ടെക്സ്റ്റുകള് അവരെ വളരെ ആ ഫീൽഡിൽ അല്ലെങ്കിൽ ആ എത്നോഗ്രഫിയിൽ വളരെ വൈദഗ്ധ്യമുള്ളവരാക്കി തീർത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇൻ എ ഗ്ലോബലൈസ്ഡ് liberalized society, pictures and videos are utilized to depict numerous forms.
അതായത് ഒരു ആഗോളവൽക്കരണം എന്ന് വെച്ചാൽ ലോകം മുഴുവനും അതേപോലെ എന്താ വളരെ സ്വതന്ത്രമായ സമൂഹത്തില് സൊസൈറ്റിയില് പിക്ചറുകൾ, ചിത്രങ്ങളും അതേപോലെ തന്നെ വീഡിയോകളും എല്ലാം വളരെ അധികം രൂപങ്ങളിൽ പല രൂപഭേദങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ആൻഡ് കൾച്ചറൽ റെപ്രസെന്റേഷൻസ് ഹാവ് elevated the importance of pictures in modern times. People upload photos of their daily life on social media, including what they wear, what they eat, and what they travel and celebrate. അതായത് ആളുകൾ ഈ ഫോട്ടോസ്, അതായത് അവർ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ അവരുടെ സെലിബ്രേഷൻസ്, അതേപോലെ ഡെയിലി ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. Sociology and anthropology students must employ pictures to examine modern civilization. അതായത് സോഷ്യോളജിയും അതേപോലെ തന്നെ ആന്ത്രോപോളജി സ്റ്റുഡൻസ്, സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നവരും അതേപോലെ തന്നെ നരവംശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളും കൂടുതലായിട്ട് അവരുടെ സിവിലൈസേഷൻ അല്ലെങ്കിൽ ആധുനിക സംസ്കാരത്തെ പ്രതിപാദിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പിക്ചേഴ്സ് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വിഷ്വൽ അവയർനെസ് ഇൻക്രീസ് ചെയ്യാണ്. Visuals are the center of human cultures because to online platforms like YouTube and media streaming service. ഇന്നിപ്പോ നമുക്കറിയാൻ സാധിക്കും ഈ മോഡേൺ ലൈഫില് ജനങ്ങളുടെ എന്താ പറയുന്നത് പ്രധാനമായി ജീവിതത്തെ പ്രധാനമായി അല്ലെങ്കിൽ മനുഷ്യ സംസ്കാരത്തെ പ്രധാനമായി സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് വിഷ്വൽസ് ആണ്. ഇനി വിഷ്വൽ ആന്ത്രോപോളജിയെ കുറിച്ച് പറയുമ്പോൾ in the field of anthropology, Margaret Mead conducted some ground-breaking visual study. She is renowned for her research on New Guinea and Samoan teenagers. Her work on the critique of the naturalization of gender disparities through her study in New Guinea has had a significant impact on gender studies. അതായത് ആന്ത്രോപോളജി മേഖലയിൽ പ്രധാനമായിട്ടും മാർഗരറ്റ് മീഡ് ആണ് ഈ പറയുന്ന വിഷ്വൽ സ്റ്റഡിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. മാർഗരറ്റ് മീഡിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മാർഗരറ്റ് മീഡാണ് വിഷ്വൽ സ്റ്റഡിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. She is renowned for her research on New Guinea and Samoan teenagers. അതായത് ന്യൂ ഗിനിയയിലും അതേപോലെ തന്നെ സാമോൺ ടീനേജേഴ്സിലും എല്ലാം ഈ മാർഗരറ്റ് മീഡ് തന്റെ പഠനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇനി her work on the critique of naturalization of gender disparities through her study in New Guinea has had a significant impact on her on gender studies. In her field work in Bali, she was one of the pioneers in the use of graphics. Regarding her use of photography, Mead writes, still photography was the first technical aid to fully utilized, partly due to costs and issues with power and light in the field necessary for scene and sound, are partly because our methods of analysis were still too primitive that such complex consequences as those provided by tape recording and scene film from till relatively interactable to analyze. Additionally, cross comparisons in capital terms, spatial terms in a single composite plate or slide, or by spreading hundreds of prints out on reachable flat surfaces, are simple and practicable. Still photography can be replicated in a familiar form, the book. അപ്പോ ഈ മാർഗരറ്റ് മീഡ് പറയുന്നത് ഈ പറയുന്ന വിഷ്വൽസിൽ അല്ലെങ്കിൽ വിഷ്വൽ യൂസിൽ വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടും ക്രോസ് കമ്പാരിസൺസ് ഇൻ സ്പേഷ്യൽ ടേംസ് ഇൻ എ സിംഗിൾ കോമ്പോസിറ്റ് പ്ലേറ്റ് ഓർ സ്ലൈഡ് ഓർ ബൈ സ്പ്രെഡിങ് ഹൺഡ്രഡ്സ് ഓഫ് പ്രിന്റ്സ് ഔട്ട് ഓൺ റീച്ചബിൾ ഫ്ലാറ്റ് സർഫേസസ് ആർ സിമ്പിൾ ആൻഡ് പ്രാക്ടീസബിൾ. ഇനി സ്റ്റിൽ ഫോട്ടോഗ്രാഫി ക്യാൻ ബി റെപ്ലിക്കേറ്റഡ് ഇൻ എ ഫെമിലിയർ ഫോം, ദ ബുക്ക്. ഇനി വിഷ്വൽ സോഷ്യോളജിയെ കുറിച്ച് പറയുമ്പോൾ ഇത് അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ഹവാർഡ് ബെക്കർ ഡിസ്കസ്ഡ് ദ കണക്ഷൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഫോട്ടോഗ്രാഫി ഇൻ ഹിസ് കീ വർക്ക് ഫോട്ടോഗ്രാഫി ആൻഡ് സോഷ്യോളജി. അക്കോർഡിംഗ് ടു ഹിസ് റൈറ്റിംഗ്, ബോത്ത് ഏരിയാസ് ഡെവലപ്ഡ് ദ സെയിം ടൈം ആൻഡ് ഹാഡ് commonalities in how they described facts of society. Although their interactions between the two, there were enough similarities for പ്രാക്ടീഷണേഴ്സ് ഓഫ് ദി ടു ഫീൽഡ്സ്. അതായത് വിഷ്വൽ സോഷ്യോളജിയെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്ന ഹവാർഡ് ബെക്കർ പറയുന്നത് ദ കണക്ഷൻ ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഫോട്ടോഗ്രാഫി ഇൻ ഹിസ് കീ വർക്ക്, അദ്ദേഹത്തിന്റെ പ്രധാന വർക്കായിരുന്ന സോഷ്യോളജി ആൻഡ് ഫോട്ടോഗ്രാഫി എന്നുള്ള ഫീൽഡില് ഫോട്ടോഗ്രാഫി ആൻഡ് സോഷ്യോളജി അക്കോർഡിംഗ് ടു ഹിസ് റൈറ്റിംഗ്
ബോത്ത് ഏരിയാസ് ഡെവലപ്ഡ് അറ്റ് ദ സെയിം ടൈം. ഈ ഫോട്ടോഗ്രാഫി ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും രണ്ടും ഏകദേശം ഒരേ സമയത്താണ് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവര് തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഇനഫ് സിമിലാരിറ്റീസും ഉണ്ടെന്നാണ് പറയുന്നത്. ഇനഫ് സിമിലാരിറ്റീസ് ഫോർ പ്രാക്ടീഷണേഴ്സ് ഓഫ് ടു ഫീൽഡ്സ് ടു ബെനിഫിറ്റ് ഫ്രം വൺ അനദർ. Sociological research on the subjects that documentary photographers were documenting could provide them with new perspectives. Similar lessons could be learned by sociologists from photographers. അതായത് സോഷ്യോളജിസ്റ്റുകൾക്ക് ഫോട്ടോഗ്രാഫേഴ്സിൽ നിന്ന് ധാരാളം അറിവുകൾ ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫോട്ടോഗ്രാഫ്സ് ഫ്രീക്വന്റ്ലി മേഡ് ഇൻവിസിബിൾ സോഷ്യൽ റിയാലിറ്റീസ് എവിഡന്റ്. അതായത് ഫോട്ടോഗ്രാഫുകൾ തുടർച്ചയായിട്ട് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ഇൻവിസിബിൾ ആക്കി മാറ്റുന്നു. ദ ബ്ലോ അപ്പ് ഇഫക്റ്റ് ഈസ് നോൺ. ക്രിസ്റ്റ്യൻ ഹാർട്ട്സ്ട്രപ്പ് refers to this. We frequently have a tendency to not see the ordinary. അതായത് സ്വാഭാവികമായിട്ട് നമുക്ക് കാണാൻ കഴിയാത്തത് അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ധാരണയില് ഇൻഗ്രെയിൻഡ് ഇൻ അവർ സോഷ്യൽ എൻവയോൺമെന്റ്. അതായത് നമ്മുടെ സാമൂഹ്യ പരിതസ്ഥിതിയിൽ നടക്കുന്ന അല്ലെങ്കിൽ കാണുന്ന പലതും നമ്മൾ കാണുന്നില്ല എന്നൊരു രീതിയിലാണ് ഉൾക്കൊള്ളുന്നത്. വാട്ട് ഈസ് ഇൻവിസിബിൾ ടു അസ് ഇൻ ദ ഓർഡിനറി വേൾഡ്. അതായത് സാധാരണ ലോകത്ത് നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ളത് മേ ബിക്കം എവിഡന്റ് ത്രൂ ഫോട്ടോഗ്രാഫ്സ്. അത് ഫോട്ടോഗ്രാഫ്സിലൂടെ എന്താണെന്ന് പറയുന്നത് എവിഡന്റ് ദൃശ്യമാകുന്നു അല്ലെങ്കിൽ അതിന് തെളിവുണ്ടാകുന്നു. ഡഗ്ലസ് ഹാർപ്പർ സെയ്സ് വിഷ്വൽ സോഷ്യോളജി ഈസ് ഡ്യുവൽ. ഡഗ്ലസ് ഹാർപ്പർ പറയുന്നത് വിഷ്വൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഡ്യുവൽ ആണ്. ഫസ്റ്റ് ഇറ്റ് സ്റ്റഡീസ് ദ സോഷ്യൽ വേൾഡ് ത്രൂ ഫോട്ടോഗ്രാഫ്സ് ആൻഡ് വീഡിയോഗ്രഫി. ആദ്യം അത് പഠിക്കുന്നത് ഇറ്റ് സ്റ്റഡീസ് ദ സോഷ്യൽ വേൾഡ്, സാമൂഹ്യ ലോകത്തെ കുറിച്ച് പഠിക്കുന്നത് ത്രൂ ഫോട്ടോഗ്രാഫ്സിലൂടെയും വീഡിയോഗ്രഫിയിലൂടെയാണ്. ഫോർമൽ പിക്ചേഴ്സ് ഡെപ്പിക്ട് ഹ്യൂമൻ ലീവ്സ് ആൻഡ് സൊസൈറ്റിയൽ ടോപ്പിക്സ് ലൈക്ക് ഐഡന്റിറ്റി, കൾച്ചർ ആൻഡ് ജോബ്. വിഷ്വൽ സോഷ്യോളജി കമ്പൈൻസ് കൾച്ചറൽ ആൻഡ് വിഷ്വൽ സ്റ്റഡീസ്. വിഷ്വൽ സോഷ്യോളജി എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റഡീസിനെ കമ്പൈൻ ചെയ്യുന്നു. ഇറ്റ് ഫോക്കസസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി ത്രൂ വിഷ്വൽസ് ലൈക്ക് ആർക്കിടെക്ചർ, മാപ്സ്, മാർക്കറ്റിംഗ് ആൻഡ് അതർ വേസ് പീപ്പിൾ പെർസീവ് ആൻഡ് എക്സ്പീരിയൻസ് ദ എൻവയോൺമെന്റ്. ദിസ് ഇൻക്ലൂഡ്സ് ദ സ്ട്രീറ്റ് പെർസ്പെക്റ്റീവ് ആസ് സീൻ ബൈ പീപ്പിൾ, ഹൗ ബിൽഡിംഗ് വാസ് ക്രിയേറ്റഡ് ഓർ ആൻ അനാലിസിസ് ഓഫ് ഇല്ലസ്ട്രേറ്റഡ് നോവൽസ്. ഇനി വിഷ്വൽ സോഷ്യോളജി ഈസ് ക്രൂഷ്യൽ ടു കോംപ്രിഹെൻഡിങ് സൊസൈറ്റി. അതായത് വിഷ്വൽ സോഷ്യോളജി എന്ന് പറയുന്നത് വിശാലമായ അർത്ഥത്തില് സമൂഹത്തെ കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ സമൂഹത്തെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് യൂസ്ഡ് വിഷ്വൽ എത്നോഗ്രഫി ഇൻ ദർ സ്റ്റഡീസ്. സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുകൾ എന്തുപയോഗിച്ചിരുന്നു എന്നാ പറയുന്നത് വിഷ്വൽ എത്നോഗ്രഫി അവരുടെ പഠനങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. മാർഗരറ്റ് മീഡ്, ഗ്രിഗറി ബൈറ്റ്സൺ, ക്ലൗഡ് ലെവി സ്ട്രൗസ്, ജോൺ മാർഷൽ എക്സെട്ര സ്റ്റഡിയിങ് ഫോട്ടോഗ്രഫി ആൻഡ് ഫിലിം മേക്കിംഗ്. ബെർണോ ലേറ്റർ യൂസ്ഡ് വിഷ്വൽ സോഷ്യോളജി. അതായത് ഇവരെല്ലാവരും മാർഗരറ്റ് മീഡ് ആണെങ്കിലും അതേപോലെ തന്നെ ഗ്രിഗറി ബേറ്റ്സൺ ആണെങ്കിലും ക്ലൗഡ് ലെവി സ്ട്രോസ് ആണെങ്കിലും ജോൺ മാർഷൽ ആണെങ്കിലും ഫോട്ടോഗ്രഫിയും ഫിലിം മേക്കിങ്ങും പഠിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. ബെർണോ ലേറ്റർ യൂസ്ഡ് വിഷ്വൽ സോഷ്യോളജി ടു അനലൈസ് ദ സിറ്റി, വൈൽ റോബർട്ട് ടി പാർക്ക് യൂസ്ഡ് ഇറ്റ് ടു സ്റ്റഡി അമേരിക്കൻ ഗട്ടോസ് ആൻഡ് ഫെയ്റ്റ്സ്. ഇനി ഹിസ്റ്ററി ആൻഡ് വിഷ്വൽസ്, ചരിത്രവും വിഷ്വലും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നത്. ജെറാൾഡൈൻ ഫോർബ്സ് അനലൈസ് ഫാമിലി ഫോട്ടോസ് ടു എക്സാമിൻ വുമൺ സോഷ്യൽ റോൾസ്. അതായത് സ്ത്രീകളുടെ സാമൂഹ്യ എന്താ പറയുന്ന പങ്കിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് ജെറാൾഡൈൻ ഫോർബ്സ് ഫാമിലി ഫോട്ടോസ് അനലൈസ് ചെയ്തിരുന്നു. ഷീ റൈറ്റ്സ് അബൌട്ട് ഇന്ത്യൻ ലേഡീസ് യൂസിങ് ഫാമിലി ഫോട്ടോസ്. അതായത് ഇന്ത്യൻ ലേഡീസ് ഫാമിലി ഫോട്ടോസ് യൂസ് ചെയ്തിരുന്നു എന്ന് പറയുന്നു. Her investigation interviewed women in antique family photos. She inquired about the photographs' time period and events. She asks about other family members or persons in the photos to grasp the social backdrop. In recalling information about the photos, ladies shared undocumented life events. ഇനി നമ്മൾ പറയുന്നത് വിഷ്വൽ എത്നോഗ്രഫിയെ കുറിച്ചിട്ടാണ്. An approach to experiencing, interpreting and expressing culture and society that both informs and is informed by a variety of disciplinary goals and theoretical idea is known as ethnography. അതായത് എത്നോഗ്രഫി എന്ന് പറഞ്ഞാൽ an approach to experiencing, interpreting and expressing culture and society
that both informs and is informed by a variety of disciplinary goals and theoretical ideas is known as ethnography. It involves representing and producing knowledge about, അതായത് എത്നോഗ്രഫിയിലൂടെ നമുക്ക് സിവിലൈസേഷൻ, നാഗരികതകളെ കുറിച്ചും സംസ്കാരത്തെ കുറിച്ചും ജനങ്ങളെ കുറിച്ചും ഒക്കെ അറിയാനായിട്ട് സാധിക്കുന്നു. In their research, ethnographers might employ a variety of techniques. അതായത് റിസർച്ചിന് വേണ്ടിയിട്ട് എത്നോഗ്രാഫ്സ് വളരെയധികം ടെക്നിക്സുകൾ ഉപയോഗിച്ചിരുന്നു, ഇൻക്ലൂഡിങ് ദ പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് ആൻഡ് ദ ഒബ്സർവേഷണൽ അപ്രോച്ച്. അതായത് അതിൽ പാർട്ടിസിപ്പേറ്ററി മെത്തേഡ്സും അതേപോലെ തന്നെ ഒബ്സർവേഷണൽ അപ്രോച്ചും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇറ്റ് ഈസ് ചലഞ്ചിങ് ടു സെപ്പറേറ്റ് എത്നോഗ്രാഫിക് സ്റ്റഡി ഫ്രം ദ ഇമേജസ്. അതായത് ഇമേജസിൽ നിന്ന് എത്നോഗ്രാഫിക് പഠനത്തെ വേർതിരിക്കുക എന്ന് പറയുന്നത് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. It is challenging to separate ethnographic study from the images. According to social anthropologist Sarah Pink, images are inescapable in ethnography just as sounds, words or any other kind of cultural expression. അതായത് ഇമേജുകൾ നമുക്ക് എത്നോഗ്രാഫിയിൽ ഇൻസെപ്പറബിൾ ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സൗണ്ടുകൾ പോലെ, അതായത് ശബ്ദങ്ങൾ പോലെ, വാക്കുകൾ പോലെ, അതേപോലെ മറ്റേതെങ്കിലും രീതിയിലുള്ള കൾച്ചറൽ എക്സ്പ്രഷൻ പോലെ നമുക്ക് ഒഴിച്ചു നിർത്താനാവാത്തതാണ് ഈ പറയുന്ന ഇമേജസ്, എത്നോഗ്രഫിയിലുള്ള ഇമേജസ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇത് ആക്ട് ഓഫ് ലുക്കിംഗ് ആണ്. ദ മെയിൻ ക്വറി ദാറ്റ് അറൈസ് when using visuals for research is how does one investigate visuals. അതായത് എന്താണ് വിഷ്വൽസ്? വിഷ്വൽ റിസർച്ചിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഹൗ ഡസ് വൺ ഇൻവെസ്റ്റിഗേറ്റ് വിഷ്വൽസ്. എങ്ങനെയാണ് ഒരാള് വിഷ്വൽസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്? ടു സ്റ്റാർട്ട്, ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ മെനി വിഷ്വൽ മീഡിയ. അതായത് പല വിഷ്വൽ മീഡിയയും വേർതിരിക്കുക എന്ന് പറയുന്നത് ക്രിട്ടിക്കലാണ്. ഫോട്ടോഗ്രാഫ്സ് മിയർ സം distributions be used for academic purposes. The use of images in studies necessitates our reflexive attitude, which is the first requirement for studying visuals or using visuals. അതായത് റിഫ്ലെക്സീവ് ആറ്റിറ്റ്യൂഡ് ആണ് ഈ വിഷ്വൽ സ്റ്റഡീസിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. റിഫ്ലെക്സീവ് ആറ്റിറ്റ്യൂഡ് ആണ്. റിഫ്ലെക്സീവ് ആറ്റിറ്റ്യൂഡ് which is the first requirement for studying visuals or using visuals. വിഷ്വൽസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്ന റിഫ്ലെക്സീവ് ആറ്റിറ്റ്യൂഡ് ആണ്. ഇനി ഇറ്റ് ഈസ് ക്രൂഷ്യൽ ദാറ്റ് വൺ ഈസ് കോൺഷ്യസ് ഓഫ് ഹിസ് or her location as well as the informants, whether one chooses to employ already existing graphics or attempts to capture social reality. In this case, it is crucial to consider the viewer's social standing, including their gender, age, caste, race, and personal history, because they affect how a person perceives or experiences a sight. When images are interpreted by various audiences, അതായത് ഇമേജസ് പല ഓഡിയൻസിലും ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ, ഇമേജസ് ആർ ഇന്റർപ്രറ്റഡ് ബൈ വേരിയസ് ഓഡിയൻസ്, പല ഓഡിയൻസിലും ഇന്റർപ്രിട്ടേഷൻ നടത്തുമ്പോൾ ദേ ടേക്ക് ഓൺ ഡൈവേഴ്സ് മീനിങ്സ്. പലർക്കും പല മീനിങ്, അതായത് വൈവിധ്യമാർന്ന അർത്ഥങ്ങളാണ് പലരും ഉൾക്കൊള്ളുന്നത്, ഡൈവേഴ്സ് മീനിങ്സ്. Thus, it is possible to assert that a vision is socially produced. അതുകൊണ്ട് തന്നെ നമുക്കിത് പറയാൻ കഴിയും, വിഷൻ ഈസ് സോഷ്യലി പ്രൊഡ്യൂസ്ഡ്. വിഷൻ സാമൂഹ്യ, അതായത് കാഴ്ച, ദീർഘവീക്ഷണം എന്ന് പറയുന്നത് സാമൂഹ്യപരമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ദ ആക്ട് ഓഫ് സീയിങ് ഈസ് എ സോഫിസ്റ്റിക്കേറ്റഡ് സോഷ്യൽ ആക്ടിവിറ്റി. കാണുക എന്നത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആണെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹവാർഡ് ബെക്കർ, സോഷ്യോളജിസ്റ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓർ അനലൈസ് വിഷ്വൽസ് ബൈ ഫസ്റ്റ് ഫോക്കസിങ് ഓൺ ദ പ്രോസസ് ഓഫ് ഗേസിങ്. ഇനി ഇവിടെ പറയുന്നത് ഹവാർഡ് ബെക്കറിന് പറയുന്നത് സോഷ്യോളജിസ്റ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓർ അനലൈസ് വിഷ്വൽസ്. സോഷ്യോളജിസ്റ്റുകൾ മനസ്സിലാക്കുന്നത്, വിഷ്വൽസ് മനസ്സിലാക്കുന്നത്, അണ്ടർസ്റ്റാൻഡ് അനലൈസ് വിഷ്വൽസ് ബൈ ഫസ്റ്റ് ഫോക്കസിങ് ഓൺ ദ പ്രോസസ് ഓഫ് ഗേസിങ്. അതായത് ഗേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, തുറച്ചു നോക്കുക. അതായത് ഫസ്റ്റ് ഫോക്കസ് ഓൺ ദ പ്രോസസ് ഓഫ് ഗേസിങ്. ഹി അഡ്വൈസസ് ഗിവിംഗ് വൺ സെൽഫ് ഇനഫ് ടൈം ടു ലുക്ക്. ഒരാൾക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ട് മതിയായ സമയം നൽകുക. റാദർ ദാൻ ജസ്റ്റ് പ്രൊവൈഡിങ് ക്വിക്ക് ഗ്ലിംസ്. അതായത് പെട്ടെന്നുള്ള ഒരു എന്താ പറയുന്ന ഒറ്റനോട്ടത്തേക്കാൾ കൂടുതൽ മതിയായ സമയം കൊടുത്ത് അയാൾക്ക് അത് കാണാൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നോക്കാനായിട്ട് അനുവാദം കൊടുക്കുക, സമയം കൊടുക്കുക.
He advised looking closely to looking past what immediately apparent in each image. ഓരോ ഇമേജിലും ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ ഓരോ ഇമേജിലും നമുക്ക് അതിന്റെ പാസ്റ്റ് കൂടി കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ഇനി റിഫ്ലെക്സിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. എ കീ കമ്പോണന്റ് ഓഫ് വിഷ്വൽ എത്നോഗ്രഫി ഈസ് റിഫ്ലെക്സിവിറ്റി. അതായത് ഒരു വിഷ്വൽ എത്നോഗ്രഫിയുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത് റിഫ്ലെക്സിവിറ്റി ആണ്. Understanding the following is necessary for this. Who are the research? We are the researchers. Our personal bias, our place in the situation, effects of the study on the subjects. This indicates that we are aware of how we depict the other. Within visual ethnography, reflexivity entails the following: recognizing the messages that the images try to express, the significance attached to various visual mediums, how the audience members will react to the images, and finally, how will the participants be affected by the visuals. ഇനി നമ്മൾ പറയുന്നത് വിഷ്വൽ ടെക്നോളജീസ്, ഇമേജ് മേക്കിംഗ് ആൻഡ് റിസർച്ചിനെ കുറിച്ചാണ്. ഇൻ എ 1990 ആർട്ടിക്കിൾ ഓൺ ഫോട്ടോഗ്രാഫിക് പ്രാക്ടീസസ്, Pierre Bourdieu made an attempt to elucidate why people continue to adopt established visual forms or stylistic motifs in their creative endeavors. Although people are allowed to picture anything and anything, there are certain things that photography cannot be according to his writing. All errant human thought cannot be captured in a photograph. Certain societal conventions are followed in the production of the images. They are a reflection of what a social grouping now believe or perceive. Thus, creation of visual records is facilitated by visual technology. They also support the observational approach, which works under the premise that reality can be seen, observed, and captured in pictures. However, this strategy is marked by two problems. First, two questions arise from the observational approach. First, if it is possible to observe and record reality, അതായത് യാഥാർത്ഥ്യത്തെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധ്യമാണോ എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. And the second, whether one can observe and get information from informants. ഇൻഫോർമൻസിൽ നിന്ന് ഒരാൾക്ക് ഇൻഫർമേഷൻസ് കിട്ടുമോ, അത് ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ? So this strategy can be viewed as a human research strategy. അതുകൊണ്ട് ഈ സ്ട്രാറ്റജിയെ നമ്മൾ ഹ്യൂമൻ റിസർച്ച് സ്ട്രാറ്റജി എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇമേജ് മേക്കിംഗ് ത്രൂ ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫിയിലൂടെ ഇമേജ് സൃഷ്ടിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി ഓഫ് എത്നോഗ്രാഫിക് സിനിമ. എത്നോഗ്രാഫിക് ഫിലിം മേക്കിംഗ് ഹാസ് ഫ്രീക്വന്റ്ലി ബീൻ ഹെൽഡ് അറ്റ് എ crossroads between the worlds of art and science, ranging from being avoided for seeming overly subjective and having little academic value to being taught in some of the most prestigious colleges worldwide. Because of the veracity of the recorded material and the extent to which the filmmaker was able to present a human existence in a thorough and objective manner, ethnographic films have had difficulty in establishing a more permanent home in academic settings. So in this course, we will talk at a methodological look at the how sociology and anthropology have used the cinema media. ഇവിടെ എങ്ങനെയാണ് സോഷ്യോളജിയും അതേപോലെ ആന്ത്രോപോളജിയും സിനിമ മീഡിയയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. We shall briefly cover the development of ethnographic film. അതായത് നമ്മൾ ചുരുക്കത്തില് എത്നോഗ്രാഫിക് ഫിലിമുകൾ കവർ ചെയ്തിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് എത്നോഗ്രാഫിക് ഫിലിം, ഇറ്റ്സ് ലീഡിംഗ് പ്രൊപ്പോണൻസ് ആൻഡ് ഇറ്റ്സ് കണക്ഷൻ ടു ആന്ത്രോപോളജിക്കൽ സ്റ്റഡി in the previous chapter. The primary element of ethnographic film will be covered in previous chapter together with the anthropological insights they have provided. The method of creating an ethnographic film will be discussed in the chapter along with the key factors that must be taken into account. The significance of conserving ethnographic films and their significant contribution to learning and research are discussed in this chapter. History of ethnographic filmmaking. നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് എത്നോഗ്രാഫിക് ഫിലിം മേക്കിങ്ങിന്റെ ചരിത്രത്തെ കുറിച്ചാണ്.
history of ethnographic filmmaking. The origins of non-fiction film can be traced to a number of factors, including the cost of film equipment, the availability of film technology at the time, and the numerous expeditions that biologists, anthropologists, and other scientists and explorers undertook to various non-Western regions. These explorers had little to no knowledge of anthropology and were primarily concerned with presenting North American and European audiences with representations of other civilizations. Gregory Bateson and Margaret Mead 1930s Balinese projects where the true history of ethnographic film may be found. ഇനി ഡെവലപ്മെന്റ് ഓഫ് ഫിലിം ടെക്നോളജിയെ കുറിച്ചാണ് പറയുന്നത്. ഏർലി ഫിലിം ടെക്നോളജി വാസ് ഇൻഎഫിഷ്യന്റ് ആൻഡ് ഡിഡ് നോട്ട് പെർമിറ്റ് ദ സിമ്പിൾ മൂവ്മെന്റ് ഓഫ് ഹെവി ക്യാമറാസ്. അതായത് ആദ്യ കാലത്തുള്ള ഫിലിം ടെക്നോളജി എന്ന് പറയുന്നത് ഇൻഎഫിഷ്യന്റ് ആണ്. ആൻഡ് ഡിഡ് നോട്ട് പെർമിറ്റ് ദ സിമ്പിൾ മൂവ്മെന്റ് ഓഫ് ഹെവി ക്യാമറാസ്. അതായത് ഭാരമുള്ള ക്യാമറകളുടെ മൂവ്മെന്റ് കൊണ്ട് അത് നടത്താൻ സാധ്യമല്ല. As a result, a large portion of the early ethnographic filmmaking process involved performances. അതുകൊണ്ട് തന്നെ അതായത് ഇത്ര ഭാരമേറിയ ക്യാമറകൾ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് a large portion of the early ethnographic filmmaking, ആദ്യകാല ethnographic filmmakingന്റെ കുറെ ഭാഗങ്ങൾ, ലാർജ് പോർഷൻ എന്ന് പറയുന്നത് ഇൻവോൾവ്ഡ് പെർഫോമൻസസ്. either having individuals appear in front of the camera. ഒന്നുകിൽ ആളുകൾ വ്യക്തിപരമായിട്ട് വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പെർഫോം ചെയ്യും. either having individuals appear in front of the camera or by setting up the camera in a location. അല്ലെങ്കിൽ ക്യാമറ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ സെറ്റ് ചെയ്യും. where it could presumably record the event without interruption. അത് യാതൊരു തടസ്സവും ഇന്ററപ്ഷനും കൂടാതെ അത് പ്രസന്റ് ചെയ്യും. The cameras are designed to scientifically document behaviors and daily lives of various cultures. The mobility of the cameras grew a film technology advanced and become a little more lightweight. By the middle of the 1960s, synchronous sound film equipment was widely accessible and film technology as a whole had developed to the point where it was reliable and portable enough to be transported against the globe. അതായത് ക്യാമറയുടെ മൊബിലിറ്റി, ക്യാമറ ചലിക്കുന്നതിനനുസരിച്ച് ഫിലിം ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി എന്നാ പറയുന്നത്. ആദ്യം ഭാരമേറിയ ക്യാമറ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് നടന്നിരുന്നത്. പക്ഷെ ക്യാമറ ചലിപ്പിക്കാൻ കഴിഞ്ഞതോട് കൂടിയിട്ട് ഫിലിം ടെക്നോളജി കൂടുതൽ അഡ്വാൻസ്ഡ് ആയി. അത് മാത്രമല്ല ലൈറ്റ് വെയിറ്റ് ആയി. ലിറ്റിൽ മോർ. ബൈ ദ മിഡിൽ ഓഫ് ദി 1960s, 1960കളുടെ പകുതിയായപ്പോ സിങ്ക്രോണസ് സൗണ്ട് ഫിലിം എക്യുപ്മെന്റ് വേഴ്സ് widely accessible to film technology as a whole had developed to the point where it was reliable and portable enough to be transported around the globe. അതായത് ഈ പറയുന്ന ലോകം മുഴുവനും ഈ ക്യാമറ ടെക്നോളജി എന്ത് ചെയ്യാൻ സാധിച്ചു എന്നാ പറയുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അതായത് ക്യാമറ മൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് കൊണ്ട് ക്യാമറ മൂവ് ചെയ്ത്, അതായത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ക്യാമറ മൂവ് ചെയ്യാൻ സാധിച്ചപ്പോ ലോകം മുഴുവൻ, ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ഈ ഫിലിം ടെക്നോളജി വന്നു എന്നാ പറയുന്നത്. ദ ഡെവലപ്മെന്റ് ഓഫ് വീഡിയോ ടൈപ്പ് എക്വിപ്മെന്റ് ഇൻ ദ 1970s allowed for the simultaneous recording of sound and audio content as well as the added benefit of instant replay. By the 21st century, filmmaking tools have advanced in sophistication and quality of recording and editing, along with a significant decrease in their price, making them accessible to even graduate students. ഇനി വീഡിയോ ടൈപ്പ് എക്യുപ്മെന്റ് 1970കളില് വീഡിയോ ടൈപ്പ് എക്യുപ്മെന്റിന്റെ ഡെവലപ്മെന്റിനോട് കൂടിയിട്ട് സൗണ്ടും ഓഡിയോയും കൂടി ചേർന്ന് ഉള്ള ഒരു ടെക്നോളജി, അതായത് ശബ്ദവും അതേപോലെ കാഴ്ച, ഇത് രണ്ടും കൂടി ചേർന്നുള്ള ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ഏകദേശം 21st century, ബൈ ദ 21st century 21ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഫിലിം മേക്കിംഗ് ടൂൾസ് ഹാവ് അഡ്വാൻസ്ഡ് ഇൻ സോഫിസ്റ്റിക്കേഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് റെക്കോർഡിംഗ് ആൻഡ് എഡിറ്റിംഗ്. റെക്കോർഡിങ്ങിന്റെയും എഡിറ്റിംഗിന്റെയും ക്വാളിറ്റിയും വർദ്ധിച്ചു. ഇനി നമ്മൾ പറയുന്നത് മേക്കിംഗ് എത്നോഗ്രാഫിക് ഫിലിംസിനെ കുറിച്ചാണ്. ദിസ് പാർട്ട് വിൽ ഗോ ത്രൂ ദ നെസസറി റിസർച്ച് ആൻഡ് ദ സെറ്റിംഗ് ഇൻ വിച്ച് ദ
ethnographic film must be produced just as crucial as the logistics, expenses and other factors involved are an awareness of the society in which the subjects are located. In the subsections below, we will examine these topics in greater detail. Are visual methods always appropriate? എപ്പോഴും visual methods appropriate ആണോ എന്നാണ് ചോദിക്കുന്നത്. It is crucial to keep in mind that visual research methods are neither acceptable nor ethical in every study environment as you gain knowledge of them. അതായത് പരിസ്ഥിതിയുടെ ഏതൊരു മേഖലയിലുള്ള പഠനത്തിലും ഈ പറയുന്ന വിഷ്വൽ റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ അക്സെപ്റ്റബിൾ ആണ് അല്ലെങ്കിൽ എത്തിനിക്കൽ ആണ്. എത്തിനിക്കൽ അല്ല എന്ന് പറയും, ധാർമ്മികപരമല്ല. ഒന്നുകിൽ അക്സെപ്റ്റബിൾ ആണ് അല്ലെങ്കിൽ അത് ധാർമ്മികപരമല്ല. Consequently, the first step in conducting visual research is decide whether it is necessary or appropriate in particular research environment. It is crucial to read previous ethnographies on related subjects or learn about other ethnographers. Visual research techniques before performing visual research. Okay, അപ്പം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് എത്നോഗ്രാഫിക് ഫിലിംസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. വിഷ്വൽ മെത്തേഡ്സ് അപ്രോപ്രിയേറ്റ് ആണോ, അതായത് ഫിലിം മേക്കിങ്ങിൽ ഈ വിഷ്വൽ മെത്തേഡ്സ് അപ്രോപ്രിയേറ്റ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ടുഡേ വി വിൽ വൈൻഡ് അപ്പ് ദ ക്ലാസ്.